കൂടെ നന്ദന വ്ളോഗർ അല്ല, അതിന്റെ ഫ്രണ്ടാണ്. ഒരു മിനിറ്റ്, സോറി. അൺലിമിറ്റഡ് ആണ്. നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് മക്കളെ കൂടെ പോവാണ്. അടിപൊളി. ഇന്ന് എന്തെല്ലാം വാങ്ങിക്കൂട്ടാന്ന് അറിയില്ല. ഇവിടെ തന്നെ താമസിക്കും മോളെ. ബാക്കി എത്തിയിട്ട് കാണാം, എടുത്തിട്ട് കാണാം. നീ പറഞ്ഞതടക്കാൻ ശേഷം പിന്നാലെ ഇതാ മക്കളെ ചൂടിന് ഫാനൊക്കെ കൈ പിടിച്ചിട്ടാ ഇറങ്ങണത്. ഇതാ കാണിച്ചെടുക്കുമ്പോളെ ഇതാ അയ്യടാ, ഇതൊക്കെ ഒരു കുഞ്ഞുങ്ങള്. എവിടെ അരുണ എവിടെ മോനെ? നമുക്ക് അലുവ എന്തല്ലോ ഫുൾ തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. മക്കളെ ഈ എസ്എം സ്ട്രീറ്റിൽ താമസിക്കും. നിങ്ങൾ ഇന്ന് താമസിക്കുവാണ് കുട്ടിയുടെ അല്ല. ഇവിടെ ഷവർമ്മയൊക്കെയുണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റില്ല, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു മാംഗോ ജ്യൂസ് മാത്രം കഴിച്ചു. ഹലോ ഗൈസ്, നമ്മൾ വെജ് നൂഡിൽസ് കഴിച്ചു. മോനൊക്കെ ബിരിയാണി കഴിച്ചു. മരുമകൻ, ഞങ്ങൾക്ക് ചൊവ്വാഴ്ചയായിരുന്നു. ഹലോ ഗൈസ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ എന്താ ലൈറ്റ് പരിപാടി. പക്ഷെങ്കിലും ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിൽ വലിയ ഭംഗിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. വാ, അമ്മയ്ക്ക് ഉമ്മണ്ടോണ്ണി. അത് കറ്റാണ്, അത് തക്കരാണ്, അത് ഒന്നും. പടകം പൊട്ടിയിട്ട് ഇന്നെ പറ്റിയിരിക്കുന്നു എൻ്റെ കുഞ്ഞ്. ഇപ്പോഴും പടകം പൊട്ടലാണ്. ഞങ്ങളവിടെ വിഷു കഴിഞ്ഞില്ല അല്ലേ കുട്ടിയാ? എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ കുട്ടികൾ പേടിക്കാനായിട്ട് ഇവിടെ കുട്ടികൾ പടകം പൊട്ടിക്കുന്നില്ല കുട്ടിയാ. അമ്മൻ്റെ ഒറ്റക്ക് പോരും, അമ്മൻ്റെ ഒറ്റക്ക് പോരും, അവിടെ ഒറ്റക്ക് പോരും. നമ്മൾ ചക്കരയുടെ ജീവവേ. ഡെക്സ ബേബിയുടെ മുപ്പനതാ അവിടെ. ഡെക്സ ബേബി കാണുന്നുണ്ടോന്നാവോ? ഗുഡ് നൈറ്റ് പറയുവാവേ. ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, നമ്മൾ ഇരുട്ടത്താണ്. ഇരുട്ടത്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെളിച്ചം ഒന്നുമില്ല. നമുക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോള് എനിക്ക് വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഒക്കെ കാട്ടാണ്ട്. എൻ്റെ മോള് ഇന്നലെ രാത്രി 12 മണിക്ക് പോയി. അവൾ വരും. ഞാൻ ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി വരും. നമ്മുടെ ചന്ദ്രുവിനൊരു വാച്ച് വാങ്ങിയാണ്. നമ്മൾ ചന്ദ്രപ്പൻ അവനൊരു കുഞ്ഞു വാച്ച് പറഞ്ഞു. കുഞ്ഞു വാച്ചൊന്നുമല്ല, ക്വാളിറ്റിയാണ് വാച്ച് വാങ്ങിയത്. അപ്പോൾ അവൻ ഇന്ന് അത് കൊടുത്തു. അവന് ഹാപ്പിയായി. ഹലോ, സുഖമായിട്ടിരിക്കണോ? ഹാപ്പി ആയിട്ടിരിക്കണോ?
സന്തോഷമായിട്ടിരിക്കണോ? ഇതൊക്കെയാണ് ഞാൻ ആംഗ്യ ഭാഷയിൽ ചോദിച്ചത്. അപ്പം നമ്മൾ കുറച്ച് വിട്ട് നിൽക്കട്ടെ. നമ്മൾ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ പിന്നെ നമ്മളെ ഫാന് പറത്തിക്കാണ്ട് ഒരു രക്ഷയില്ല. കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെ ഉള്ളത്. നമുക്കൊന്ന് ഷാളിട്ടാലോ? ഓക്കേ. അപ്പം നമ്മൾ ഷാളൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നതാണ് കേട്ടോ. സുന്ദരിയല്ല, അടക്കോ ഒതുക്കോ ഉള്ള കുഞ്ഞായിട്ട് വന്നതാണ്. അപ്പം കുഞ്ഞുങ്ങൾ കേൾക്കണ്ട. നമ്മൾ ഡെക്സ് എന്താ കളിക്കണേ? കുരുത്തക്കേട് കളിക്കണ്ട. നല്ല കുരുത്തക്കേടുന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും അവരേന്തി പിടിച്ചും കണ്ടിട്ട്. ഡെക്സ് ഇങ്ങോട്ട് വാ, കോണിച്ചോട്ട് പോ. ഡെക്സ് കോണിച്ചോട്ട് പോ, വേമ്പോ കോണിച്ചോട്ട് പോയി. കോണിച്ചോട്ട് പോടാ. ഡെക്സ് ഞാൻ പറഞ്ഞാ കേൾക്കൂല. ഡെക്സ് നോക്കി കണ്ടേ, കോണിച്ചോട്ട് പോകണ്ട ഇവിടെ വന്നിരിക്കുക. എന്നോട് എന്താണോ കോണിച്ചോട്ട് പോകാൻ പറഞ്ഞിട്ട്? അത് മറ്റൊരു ചേച്ചിയും ഏട്ടനാണെങ്കിൽ ഇപ്പോൾ പോവുമല്ലോ. ഇനി ഒരു വില ഇല്ലല്ലോ എനിക്ക്. കുഞ്ഞുങ്ങൾക്ക് പോലും ഇന്ന വില ഇല്ല, പിന്നെ ആർക്കാ ഇന്ന വില ഉണ്ടാവുക? ആർക്കും ഇന്ന വില ഇല്ല. ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു, പക്ഷെങ്കിൽ എല്ലാവർക്കും നമ്മളൊരു മുട്ടൽ. എൻ്റെ എക്സാമിൻ്റെ കാര്യം കണ്ടില്ല. ഇപ്പോൾ മോനോ മോളോ ആണ് ആ കോണിച്ചോട്ട് പോകുന്ന പറഞ്ഞാൽ ഓടിപ്പോയി കോണിച്ചോട്ട് പോയിരിക്കുമോ. ഇന്ന വില ഇല്ല. അത് എന്തുകൊണ്ട്? നമ്മൾ സ്നേഹിക്കണതിനെ കൊണ്ട് കഴിയണം സ്നേഹിക്കാണ്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരും സ്നേഹിക്കേണ്ട, അങ്ങോട്ട് നെവർ മൈൻഡ്. ഇനിയുള്ള ജീവിതത്തിൽ നെവർ മൈൻഡായിട്ട് ഇനി നമുക്ക് ഇച്ചിരി കൂടിയുള്ള സമയം. അപ്പം ഇനി നമുക്ക് വേണ്ടി ജീവിക്കാം. ഇനി എനക്ക് വേണ്ടി ജീവിക്കില്ലടാ നയ്യ. എന്തൊരു കഥയാണ്. ഇനിയുള്ള പോക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കണോ? ഞാൻ ചോദിച്ചു. ഇനി കേട്ടാൽ അങ്ങക്ക് ദേഷ്യം പിടിക്കും. അപ്പം എനിക്ക് സ്പെഷ്യലായിട്ട് പറയാൻ കുറേ വിശേഷങ്ങളുണ്ട്. വിഷുവിൻ്റെ മോളൊക്കെ വന്ന് 2 ദിവസം നിന്ന് ഷോപ്പിങ്ങിന് പോയി, ഫിലിമിന് പോയി. പിന്നെ എന്താ പറയുക, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഡ്രസ്സ് വാങ്ങിച്ച്, ചുരിദാർ ഒക്കെ റെഡിമെയ്ഡാണ് വാങ്ങിച്ചു തന്നെ. സ്റ്റിച്ച് ചെയ്യേണ്ട അമ്മ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ചെരുപ്പ് അവൾ വരുന്നവരേക്കുള്ള ചെരുപ്പ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ചെരുപ്പിനൊന്നും ഇനി പോകണ്ട, പൊട്ടും പെട്ടോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് പോയത്. എനിക്ക് കുറച്ച് കുക്കിങ്ങിൻ്റെ പാത്രം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് നേരമില്ല, ഇനി വന്നിട്ട് വാങ്ങിച്ചു തരാറിന്. രാത്രി 12 മണിക്കാണ് കുഞ്ഞ് പോയത്. അങ്ങനെ എൻ്റെ കുട്ടി പോയി. വാഷിംഗ് മെഷീൻ എൻ്റെ മോളല്ല മരുവനാട്ടോ വാങ്ങിച്ചു തന്നത്. അത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അരുണേട്ടനാണ് അമ്മയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തരുന്നതെന്ന്. അപ്പോൾ അതെ, എൻ്റെ മോനാ വാങ്ങിച്ചു തന്നെ എനിക്ക് കേട്ടോ. മറന്നുപോയി, സോറി. മോളും മോനും ഒന്ന് തന്നെയാണ്. പക്ഷെ അവൻ്റെ എന്താണ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് അവനിക്കിത് വാങ്ങിച്ചു തന്നെ. അമ്മയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഫിറ്റ് ചെയ്യാണ്ട് പോണതിൽ എൻ്റെ കുട്ടിക്ക് സങ്കടമുണ്ട്. അപ്പോഴേക്ക് പിന്നെ അവിടെ ചെന്നൈയിൽ നിന്നൊക്കെ അവരെ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അവർ പോയി. അവൻ്റെ വലിയ മിക്കാണ് അപ്പോൾ നിൽക്കാൻ പുതിയതായിട്ട് പോയതാണ്. പിന്നെ അതുമല്ല, മോൻ എപ്പോഴും വലിയമ്മേൻ്റെ കൂടെ ഉണ്ടാവില്ല. അവർ ചെറുതാകുമ്പോഴൊക്കെ അമ്മേൻ്റെ ചേച്ചിയാണ്, അവൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് അവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ മോളവിടെ കൊണ്ടുപോയി ആക്കി തരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ വേണ്ട, കുഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ അവളും അവിടെ, ഇവിടെ നിൽക്കുമ്പോൾ കുഞ്ഞും ഇവിടെ വേണം, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടാക്കി തരണ്ട. അപ്പോൾ നല്ല അമ്മ അവളെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ അവൾക്ക് ടൂറൊക്കെ പോകാണ്ട്. ഞാനും ഫ്രണ്ടിൻ്റെ കൂടെ ഒന്നും ഒറ്റയ്ക്ക് ടൂറൊന്നുമില്ല, നിങ്ങളും കൂടി പോകുന്നതാണ് ടൂർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ച. എങ്ങനെയാ വരാ എന്തോ ആവോ. ഓൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സമ്മതമൊന്നും എനിക്കിനി വേണ്ട, എൻ്റെ ഹസ്ബൻഡിൻ്റെ സമ്മതം മതിയെന്ന്. അങ്ങനെ ഒരു കുട്ടി. അങ്ങനെ തിരക്കായിട്ട് വിളിച്ചിട്ടില്ല, ഞാനും വിളിച്ചില്ല, കാരണം തിരക്കല്ലേ. ഇവിടെ വന്നാൽ ഞങ്ങൾക്കറിയാം തിരക്കെന്താണ്. ഞങ്ങൾ തന്നെ ഓടുക ചെയ്യുക ഓരോ സ്ഥലത്ത്. അവിടെ ഇവിടുത്തെ പണിയെല്ലാം ഞാൻ കഴിച്ച് ഓടും, ഓരോ കൂടെ ഓടും. അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ തിരക്കാം. അപ്പോൾ നമുക്കറിയാം എന്താ തിരക്ക്. അവിടെ അതുപോലെ തിരക്കാവില്ല. അപ്പം നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തേണ്ട, മെസ്സേജ് വിടും, മോളെ എന്ത് ചെയ്യാണ്, ഇച്ചിരി തിരക്കാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെയാണ്.
അയ്യോ ഇനി വേഗം ദിവസം പോയി പോട്ടോ. ഒരു മാസം ധാരമ്പത്തിന് പോകും. 2 ആഴ്ച കഴിഞ്ഞ് ഇനി ചില്ലറായാലും നല്ല എൻ്റെ കുഞ്ഞ് വരാണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ കുഞ്ഞുങ്ങൾ വരാണ്ട് എന്ന് വിചാരിക്കുന്നത് ഇനി നല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഓരോ വർഷത്തിൽ വരണം. ഇനി വരുമ്പോൾ ഫ്രീ ആയിട്ട് വന്നാൽ മതി, ഒന്നും കൊണ്ടുവരണ്ട. വെറുതെ എന്തിനാ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര കൊടുത്താലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുട്ടായിയൊക്കെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ പോണേ. ഇനി കുടുംബങ്ങൾക്കൊക്കെ കുറച്ച് സ്പ്രേയും അങ്ങനെ കണ്ടൊക്കെ ഒക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ആണ്. പിന്നെ എന്താ, അവളെ ചേച്ചിയൊക്കെ അവൾ സ്ട്രെയിറ്റ്നറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വലിയച്ഛൻ്റെ മക്കൾക്ക്. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ മുക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻ ജിമ്മ് കഴിഞ്ഞ് വന്ന് വരുന്ന വയ്ക്കുന്ന ഒന്ന് കൊളാക്കി. ഇനി അവിടേക്കൊന്ന് കട്ടാക്കണം. അപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞാലോ? ഗുഡ് നൈറ്റ് പറയട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. നമ്മള് സുരേഷ് ഗോപി പറയണവർ. അപ്പോൾ വാക്കിൽ തിപ്പിരൊക്കെ ഉണ്ട്, ഒക്കെ ക്ഷമിച്ചാൽ ഞാനൊന്നും കട്ടാക്കാൻ പോയില്ല. അങ്ങനെ തന്നെ അങ്ങോട്ടിടും, ഇത്ര തന്നെ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? ചൂട് നന്നായിട്ടുണ്ട്. വിഷുക്കോടിയൊക്കെ എടുത്തോ? എങ്ങനെയാണ് ഞാൻ അറിയണത്? നമുക്ക് പ്രാവശ്യം വിഷുക്കോടി എടുത്തില്ല. അപ്പോൾ എൻ്റെ മോള് വന്ന് കോടിയൊക്കെ എടുത്തന്നു കേട്ടോ. അവളെനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു തന്നതാണ്, കോടിയായിട്ട് എടുത്തൊന്നൊന്നുമല്ല. അപ്പോൾ അവൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് എടുത്ത് തരണമെന്ന്. അപ്പം ഞാൻ വേണ്ട പറഞ്ഞിട്ട് നിർബന്ധിച്ച് എടുത്തു. പപ്പയ്ക്കും എടുത്ത്, പപ്പയ്ക്ക് ചപ്പലൊക്കെ വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ നിർത്തട്ടെ. ടാറ്റാ, ലവ് യു. ഉമ്മ ചക്കര ഉമ്മ, പഞ്ചാര ഉമ്മ, ശർക്കര ഉമ്മ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ നമ്മളെ എന്തായാലും നെയ്യപ്പം കേട്ടോ. നെയ്യപ്പം 10 കേട്ടോ ചുട്ടിട്ടുള്ളൂ. മാവ് ഇവിടെ കിടക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. എന്നിട്ട് അത് അവിടെ കിടക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഞാൻ ഒരു നെയ്യപ്പം എടുത്ത് തിന്ന്. ഞാൻ ഇതുവരെ വിഷുവിന് ചുട്ടിട്ട് തിന്നില്ല. ഇന്ന് ഞാൻ എടുത്ത് തിന്ന്. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റായിട്ട് നല്ല നെയ്യപ്പം. കാണാൻ കുറച്ച് മൊഞ്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെ പോലെ. ടാറ്റാ, ലവ് യു.